ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ RRB NTPC എക്സാംസിന് ലാസ്റ്റ് മൊമെന്റിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റ് നമ്മൾ എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്, ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ എക്സാം വരുന്നത് എപ്പോഴാണ്? 16 മാർച്ച് തൊട്ട് 27 മാർച്ച് വരെയാണ് നമ്മുടെ എക്സാം വരുന്നത്. ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഫെബ്രുവരി മാസത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഒരു മാസമൊക്കെ ഉണ്ട്. അപ്പം ഒരു മാസം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് RRB NTPCക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കൂ, പഠിക്കാനുള്ള സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്ന്. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മാർക്ക് വെയിറ്റേജ് അറിയാം. 40 മാർക്കാണ് നമ്മുടെ GKക്ക് ചോദിക്കുന്നത്. എന്താ അടുത്തത്? റീസണിങ് എന്ന് പറയുന്നതിനകത്ത് 30 മാർക്കും 30 മാർക്കാണ് മാത്സിനും പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കൊരു CBT 1 അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് എടുക്കുക. ആ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റും. അപ്പം ഇവിടുത്തെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ആദ്യം നോക്കുക, കഴിഞ്ഞ തവണകളിലൊക്കെ 70+ മാർക്കായിരുന്നു ഇവിടെ നേടിയിട്ടുണ്ടായിരുന്നത്. 70+ മാർക്കാണ് മാക്സിമം ഇവിടെ വന്നിട്ടുള്ളത്. ഒരു 70 മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CBT 1 പാസ്സാകാൻ പറ്റും. അപ്പം ഇവിടെ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണ്? CBT 1 പാസ്സാകുക എന്നുള്ളതാണ്. 100 മാർക്ക് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സ്മാർട്ടായിട്ട് ഇനിയുള്ള ഒരു മാസം പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സ്ട്രാറ്റജി എന്താ? നമ്മുടെ മാത്സ് റീസണിങ് ഇതിൽ 30 മാർക്കിൽ ഒരു 25 വെച്ച് കൂട്ടി നോക്കിക്കേ. 25 ആണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 50 മാർക്ക് കിട്ടും. പിന്നെ ഈ 70ലേക്കുള്ള ദൂരം എത്രയാണ്? വെറും 20 മാർക്ക് മാത്രമാണ്. GK എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ പഠിക്കാനുള്ളൊരു പോർഷനാണ് അല്ലേ? അപ്പോൾ ആ 20 മാർക്ക് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് GKയും കറണ്ട് അഫയേഴ്സും നമ്മൾ ഒത്തിരി ഒന്നും നോക്കിയിട്ടില്ലെങ്കിലും ഇങ്ങനെ നമുക്ക് സേഫ് ആകാം. ഇവിടെ നമുക്ക് നിങ്ങളൊരു സ്ട്രാറ്റജി പിടിക്കുമ്പോൾ 20 റേഞ്ചിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് മാർക്ക്, അതായത് 25 തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും 20 കുറഞ്ഞ് മാർക്ക് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യരുത്? സ്കോർ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ കൊടുക്കേണ്ടത് ഈ 2 പോർഷനാണ്. മനസ്സിലായല്ലോ? അപ്പം ആ പോർഷനിൽ എന്തൊക്കെ രീതിയിൽ മാത്സ് പഠിക്കണം? മാത്സിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ബേസിക് ആയിട്ടൊരു ലെവലുണ്ട് അല്ലേ? ബേസിക് ആയിട്ടുള്ളൊരു ലെവലുണ്ട്. അത് കഴിയുന്നുണ്ട് ബേസിക് ലെവലുണ്ട്. ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്തത് എന്താണ്? അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ലെവലിൽ ചോദിക്കും. ഇതാണ് ഈ 30 മാർക്കിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ ബേസിക് ലെവലിൽ നമ്മൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നമ്മുടെ സംഖ്യകൾ, നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻസ്, ഡെസിമൽ, LCM ആൻഡ് HCF, ആവറേജ്, ഇങ്ങനെയുള്ള ബേസിക് ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഒക്കെ ഇവിടെ വരുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചോദിക്കും? ബേസിക്സ് കയറി ചോദിക്കും. ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോഴാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് അല്ലേ? അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ വരും? നമ്മുടെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളിലായിരിക്കും. ഇപ്പോൾ ഉദ്യോഗാർത്ഥിക്ക് എപ്പോഴും ഇഷ്ടം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ തൊട്ട് പഠിക്കാനാണ്. ഇതിനെ അങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ബേസിക് ആണ്. ഇവിടെ എന്തായാലും എല്ലാവരും ചെയ്തെടുക്കുന്ന 10 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടാകും. അതിൽ ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ അക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം പോകുക അല്ലേ? ഈ പറഞ്ഞ ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, പലിശയുമായി ബന്ധപ്പെട്ട, ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇനി അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഈ പോർഷനിലാണ് നമ്മൾ മെൻസ്ട്രേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ഓൾജിബ്ര ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയും ഈ ഒരു അഡ്വാൻസ്ഡ് പ്രോബ്ലംസിലായിരിക്കും വരുന്നത്. അപ്പം അവിടെ നമുക്ക് ചിലപ്പം ഉദ്യോഗാർത്ഥികൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ടോട്ടലി ഈ കോംബോയിൽ തന്നെ 10 മാർക്കിന്റെ വെയിറ്റേജിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഇയറിലും ഈ പരീക്ഷ നടന്നിട്ടുള്ളത്. അപ്പം ഓരോ ഫേസസിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം.
ഇപ്പോൾ ഇക്വേഷൻസ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം നമ്മൾ ഓർത്ത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന അഡ്വാൻസ്ഡ് ലെവലിലെ ക്വസ്റ്റ്യൻസിലൊക്കെ അലിഗേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇതൊക്കെ ഇവിടെ ചോദിക്കും. അപ്പം അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരുമിച്ച് ചെയ്ത് പഠിക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ജനറൽ അവയർനെസ്സിലെ കറണ്ട് അഫയേഴ്സിൽ കുറച്ചുകൂടെ നമുക്ക് പ്രാധാന്യം കൊടുക്കാൻ പറ്റും. കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കുറച്ച് ചോദിക്കുന്നുണ്ട്. ബുക്സ് ആൻഡ് ഓതേഴ്സ് എല്ലാ, നിങ്ങൾ ഏത് ഷിഫ്റ്റ് നോക്കിയാലും ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് ഷിഫ്റ്റ് ചോദിച്ചാലും മിസൈലിനെ ബേസ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. മനസ്സിലായോ? അടുത്തത്, ഏത് ഷിഫ്റ്റ് നിങ്ങൾ ചോദിച്ചാലും അവാർഡ്, ഇന്റർനാഷണൽ അവാർഡ് ചോദിച്ചിട്ടുണ്ട്. ഏത് ഷിഫ്റ്റ് നിങ്ങൾ നോക്കിയാലും അറിയാൻ പറ്റും എന്താ, ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ ഒരു 20ഓളം കറണ്ട് അഫയേഴ്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ടോപ്പിക്സ് പഠിച്ചാൽ തന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമുക്ക് അപ്പോയിൻമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്, മിസൈലുകളുമായിട്ട് ബന്ധപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് എത്ര നാളത്തെ പഠിക്കണം, കഴിഞ്ഞ ലാസ്റ്റ് 1 ഇയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യയിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം ഏതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ, അങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു 20ഓളം ഹോട്ട് ടോപ്പിക്സ് ഇതേപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം ധാരാളമാണ്. ആ 1 മാസത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, എല്ലാ ദിവസവും നിങ്ങൾ ഒരു 3 മണിക്കൂർ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, 3 hours സ്റ്റഡിക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ജനറൽ ഇൻറ്റൻസും അതോടൊപ്പം തന്നെ മാത്സും നിങ്ങൾ ഇപ്പം ബേസിക് അറിയാവുന്നവരാണെങ്കിൽ ബേസിക്കിൻ്റെ പ്രാക്ടീസ് സെഷന് വേണ്ടി നിങ്ങൾ എന്ത് കൊടുക്കുക, ഒരു 45 minutes കൊടുക്കുക. ഇങ്ങനെ പഠിക്കാം. അത് കഴിഞ്ഞ് ബേസിക്സ് മാത്സിൽ അറിഞ്ഞു, അത് കഴിഞ്ഞ് അഡ്വാൻസ് ഒരു ടോപ്പിക്ക് പഠിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 to 45 minutes കൊടുക്കാം. മനസ്സിലായോ? അത്രയും കൊണ്ട് ഒന്നെങ്കിൽ ഒരു ദിവസം ഒരു റീസണിങ് പോർഷൻ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാത്സ് പോർഷൻ വേണം. 1 മാസത്തിൽ കണ്ടിന്യൂസ് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് എന്താണ്, കൃത്യം ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് ജി കെ മാറ്റി നിർത്തി എന്തിനു വേണ്ടി കളയണം, നിങ്ങൾ മാത്സും റീസണിങ്ങിന് വേണ്ടി കളയുക. ഇനിയും അത് കഴിഞ്ഞിട്ടുള്ള 1.5 മണിക്കൂർ നിങ്ങളുടെ കൊണ്ടേയെങ്കിൽ ആ 1.5 മണിക്കൂറിൽ നിങ്ങൾ എല്ലാ ദിവസവും CA പോർഷൻ, ഞാൻ ഈ പറഞ്ഞ പോർഷൻസിനെ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടി തന്നെ ഒരു 45 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അതിനോടൊപ്പം മാത്രമേ നിങ്ങൾ ജനറൽ സയൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന ജനറൽ നോളജോ കവർ ചെയ്യാവൂ. ആ ജനറൽ നോളജിൽ തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പീറ്റിൽ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിലാണെങ്കിൽ നമ്മൾ എക്കണോമിക്സിലെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പോർഷൻസ്, പഞ്ചവത്സര പദ്ധതികൾ, അല്ലെങ്കിൽ തിയറീസിനെ ബേസ് ചെയ്തിട്ട് മോണിറ്ററി പോളിസി, അങ്ങനെ ആവർത്തിച്ച ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് മാത്രം പഠിച്ചാൽ മതി. ഇങ്ങനെ ഓരോന്നും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞങ്ങൾ GK പോർഷനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് അടുത്ത 1 മാസം പഠിക്കാനുള്ള ഒരു ക്രാഷ് കോഴ്സ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ വെച്ച് ഈ പറയുന്ന എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് ഇതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ, കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെല്ലാം RRB NDPCയുടെ എന്താണ്, GK മാത്രമുള്ള NDPCയുടെ ഓരോ വർഷത്തെയും ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻസ് ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ഓരോ സബ്ജക്റ്റും ഉണ്ടാവും. ഇത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇതേപോലെ തന്നെ നമ്മുടെ മാത്സ്, റീസണിങ്, ഇങ്ങനെ ഓരോ വിഷയം ഉണ്ടാവും. അപ്പം ഇതിനെ ഞങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ വാരി വലിച്ച് പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഉറപ്പ് പറയുന്നുണ്ട്, ഈ ഒരു ഏരിയയിൽ കവർ ചെയ്ത പോർഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് RRB NDPC ക്രാഷ് കോഴ്സ്. താല്പര്യമുള്ളവർ ഒപ്പം കൂടിക്കോളൂ. ടെസ്റ്റ് ഓൺലൈനിൽ തന്നെ ചെയ്തു നോക്കാം. ടെക് മാനേജ്മെൻ്റ് ഒക്കെ പറ്റും. പിന്നെ അടിപൊളി മെൻറ്റർഷിപ്പും ഉണ്ടാകും. നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മെൻറ്ററും ഉണ്ടാകും. നമുക്ക് ക്ലാസ്സിൽ കാണാം.